നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആയിരക്കണക്കിന് മുതിർന്ന പൗരന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള അർഹത മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ആർക്കെല്ലാം അപേക്ഷിക്കാം, എന്തൊക്കെ സാഹചര്യത്തിലാണ് അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുള്ളത്, പലർക്കും സംശയമുള്ള ഓരോ നിബന്ധനയും വളരെ ലളിതമായി മനസ്സിലാക്കാം. ഈ വീഡിയോയിൽ പറയുന്നത് നിലവിലെ അർഹതാ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണമാണ്. അപേക്ഷ അംഗീകരിക്കുന്നതും നിരസിക്കപ്പെടുന്നതും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സർക്കാർ പരിശോധനയും അടിസ്ഥാനമാക്കിയിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ. എന്നാൽ പ്രായം 60 കഴിഞ്ഞാൽ മാത്രം ഈ പെൻഷൻ ലഭിക്കില്ല. നിരവധി അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓരോ മാനദണ്ഡവും പ്രത്യേകം നോക്കാം. ഒന്നാമത്തെ മാനദണ്ഡമാണ് കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എന്നുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്നാണ്. അപേക്ഷകന്റെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം സർക്കാർ നിശ്ചയിച്ച പരിധിയായ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ സാധാരണയായി ഈ പെൻഷന് അർഹത ഉണ്ടാവില്ല. കുടുംബ വരുമാനം പരിശോധിക്കുമ്പോൾ ബന്ധപ്പെട്ട രേഖകളും പരിശോധനകളും പരിഗണിക്കാം. ഇനി രണ്ടാമത്തെ മാനദണ്ഡമാണ് അപേക്ഷകൻ അഗതിയായിരിക്കണം എന്നുള്ളത്. ഇവിടെ അഗതി എന്നത് സാമ്പത്തികമായി സ്വയം ജീവിക്കാൻ പ്രയാസമുള്ള സാഹചര്യം എന്നാണ് പൊതുവെ ഉദ്ദേശിക്കുന്നത്. സ്വന്തമായി മതിയായ വരുമാനമില്ലാത്തവരും മറ്റുള്ളവരുടെ സഹായം ആശ്രയിക്കുന്നവരുമായ ആളുകളെയാണ് ഈ പദ്ധതിയിൽ പ്രധാനമായും പരിഗണിക്കുന്നത്. ഇനി മൂന്നാമത്തെ മാനദണ്ഡം സർവീസ് പെൻഷൻ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്ക് സാധാരണയായി അർഹതയില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു പ്രധാന ഇളവുമുണ്ട്. 4000 രൂപ വരെ എക്സ്ഗ്രേഷ്യോ അല്ലെങ്കിൽ NPS പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ നിബന്ധന ബാധകമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഒരേ നിയമം ബാധകമല്ല. ഇനി നാലാമത്തെ മാനദണ്ഡം മറ്റാരുടെയെങ്കിലും സംരക്ഷണത്തിലായിരിക്കുന്നത്. അപേക്ഷകനെ പൂർണ്ണമായും സംരക്ഷിക്കാൻ മറ്റൊരാൾ സാമ്പത്തികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെങ്കിൽ അർഹത പരിശോധിക്കുമ്പോൾ ഇത് പരിഗണിക്കാം. ഇനി അഞ്ചാമത്തെ മാനദണ്ഡമാണ് ആദായ നികുതി അടയ്ക്കുന്ന വ്യക്തിയാകരുത് എന്നുള്ളതാണ്. ഇൻകം ടാക്സ് നൽകുന്ന വ്യക്തിയാണെങ്കിൽ സർക്കാർ സാമ്പത്തിക ശേഷിയുള്ളവനായി കണക്കാക്കും. അതുകൊണ്ട് ഈ നിബന്ധന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആറാമത്തെ മാനദണ്ഡം നോക്കാം. മറ്റ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഈ ഒരു കാര്യത്തിൽ അർഹതയില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വികലാംഗരാണെങ്കിൽ ഈ നിബന്ധന അവർക്ക് ബാധകമല്ല. കൂടാതെ EPF ഉൾപ്പെടെ പരമാവധി 2 പെൻഷനുകൾ വരെ മാത്രമാണ് അനുവദനീയമായ സാഹചര്യം. ഇവിടെ നിരവധി ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിലവിൽ ലഭിക്കുന്ന എല്ലാ ക്ഷേമ പെൻഷനുകളുടെയും വിവരങ്ങൾ അപേക്ഷയിൽ കൃത്യമായി നൽകണം. ഇനി ഏഴാമത്തെ മാനദണ്ഡം അപേക്ഷകന്റെയോ കുടുംബത്തിന്റെയോ പേരിൽ 2 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. ഇത് പ്രധാന സാമ്പത്തിക മാനദണ്ഡമാണ്. എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഈ നിബന്ധന ബാധകമല്ല. എട്ടാമത്തെ മാനദണ്ഡം അപേക്ഷകൻ യാചകനാകരുത് എന്നുള്ളതാണ്. ഇതും ഔദ്യോഗിക മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഇനി ഒൻപതാമത്തെ മാനദണ്ഡം 1000 cc-യിൽ കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള സ്വകാര്യ 4 ചക്ര വാഹനം കുടുംബത്തിൽ ഉണ്ടാവരുത് എന്നുള്ള കാര്യം. ടാക്സി വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമല്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കണം. അംബാസഡർ കാറിനും ഒരു പ്രത്യേക ഒഴിവുണ്ട്. എന്നാൽ വലിയ സ്വകാര്യ കാർ സ്വന്തമായി ഉണ്ടായാൽ അർഹത പരിശോധിക്കുമ്പോൾ അത് പരിഗണിക്കപ്പെടും. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 10ാമത്തെ മാനദണ്ഡം അഗതി മന്ദിരത്തിലെ അന്തേവാസി ആകരുത് എന്നുള്ളതാണ്. സ്ഥിരമായ അഗതി മന്ദിരത്തിൽ താമസിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ അർഹത വ്യത്യസ്തമായി പരിഗണിക്കപ്പെടാം. അതുപോലെ തന്നെ 11ാമത്തെ മാനദണ്ഡം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാർ ശമ്പളം അതുപോലെ പെൻഷൻ, കുടുംബ പെൻഷൻ ലഭിക്കുന്ന വ്യക്തി ആവരുത്. ഈ വിഭാഗത്തിൽ വരുന്നവർ സാധാരണയായി ഈ പദ്ധതിക്ക് അർഹരാകില്ല. ഇനി 12ാമത്തെ മാനദണ്ഡം അപേക്ഷകന് കുറഞ്ഞത് 60 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. 60 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കില്ല. പ്രായം തെളിയിക്കുന്ന രേഖ നിർബന്ധമായിരിക്കും. ഇനി 13ാമത്തെ മാനദണ്ഡം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച് അവിടെ നിന്ന് പെൻഷൻ ലഭിക്കുന്നവർ അർഹരല്ല. കേന്ദ്രമോ സംസ്ഥാനമോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ അർഹത ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി 14ാമത്തെ മാനദണ്ഡം
കേരളത്തിൽ സ്ഥിരതാമസമായിട്ട് 3 വർഷത്തിൽ കൂടുതലായിരിക്കണം എന്നുള്ളതാണ്. കേരളത്തിൽ പുതുതായി താമസം മാറിയവർക്ക് ഈ നിബന്ധന ബാധകമാണ്. സ്ഥിരതാമസം തെളിയിക്കുന്ന രേഖകൾ ആവശ്യമായി വരാം. ഇനി 15ാമത്തെ മാനദണ്ഡം, ഒന്നിലധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ പാടില്ല. ഒരു പഞ്ചായത്തിൽ നിന്നും മറ്റൊരു നഗരസഭയിൽ നിന്നും ഒരേ സമയം പെൻഷൻ വാങ്ങുന്നത് അനുവദനീയമല്ല എന്നുള്ള കാര്യമാണ്. ഇനി 16ാമത്തെ മാനദണ്ഡം, സ്ഥിരതാമസമുള്ള തദ്ദേശ സ്ഥാപനത്തിലാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താമസിക്കുന്ന പഞ്ചായത്തോ നഗരസഭയോ കോർപ്പറേഷനോ ആയിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്നത്. ഇനി 17ാമത്തെ മാനദണ്ഡം, 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക കോൺക്രീറ്റ് വീട് ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. വലിയ കോൺക്രീറ്റ് വീടും ആധുനിക ഫ്ലോറിങ്ങും ഉള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് അർഹതാ പരിശോധനയിൽ ഇത് പരിഗണിക്കാം. അതുപോലെ തന്നെ ഇതും സാമ്പത്തിക നില വിലയിരുത്താനുള്ള ഒരു മാനദണ്ഡമാണ്. പലരും കരുതുന്നത് പോലെ പ്രായം മാത്രം നോക്കിയല്ല പെൻഷൻ അനുവദിക്കുന്നത്. വരുമാനം, വീട്, അതുപോലെ വാഹനം, മറ്റു പെൻഷനുകൾ, സർക്കാർ പെൻഷൻ, താമസം, കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി തുടങ്ങി നിരവധി കാര്യങ്ങൾ ഒരുമിച്ച് പരിശോധിച്ച ശേഷമാണ് തീരുമാനമുണ്ടാവുന്നത്. അപേക്ഷ നടക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കുക. രേഖകളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അപേക്ഷ വൈകുകയോ നിരസിക്കപ്പെടുകയോ ചെയ്യാം. സർക്കാർ പരിശോധനയിൽ തെറ്റായ വിവരം കണ്ടെത്തിയാൽ നിയമാനുസൃത നടപടികൾക്കും സാധ്യതയുണ്ട്. ഇനി പലരും ചോദിക്കുന്ന ചില പ്രധാന സംശയങ്ങൾക്ക് വിശദീകരണമാണ് പറയാൻ പോകുന്നത്. പലപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപേക്ഷ നടക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നതും പെൻഷൻ മുടങ്ങുന്നതും. ആദ്യത്തെ സംശയം, പ്രായം 60 കഴിഞ്ഞാൽ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുമോ എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. 60 വയസ്സ് പൂർത്തിയായത് ഒരു അടിസ്ഥാന മാനദണ്ഡം മാത്രമാണ്. അതോടൊപ്പം വരുമാന പരിധി, മറ്റ് പെൻഷനുകൾ, ബാക്കി ഞാൻ മുമ്പ് പറഞ്ഞ ഈ 17 കാര്യങ്ങളും അനിവാര്യമാണ്. ഇനി രണ്ടാമത്തെ സംശയമാണ്, കുടുംബ വാർഷിക വരുമാനം എങ്ങനെ വിലയിരുത്തും എന്നുള്ളത്. അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങളും ബന്ധപ്പെട്ട രേഖകളും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. വരുമാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി നൽകണം. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് പിന്നീട് പ്രശ്നങ്ങൾക്ക് ഇടയാവും. ഇനി മൂന്നാമത്തെ സംശയമാണ്, ഭൂമിയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ലേ എന്നുള്ളത്. ഭൂമി ഉണ്ടെന്ന കാരണത്താൽ മാത്രം അപേക്ഷ നിരസിക്കില്ല. എന്നാൽ ഔദ്യോഗിക മാനദണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 2 ഏക്കറിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ അർഹതയെ ബാധിക്കാം. പട്ടികവർഗ വിഭാഗക്കാർക്ക് ഈ നിബന്ധന ബാധകമല്ലെന്നും പ്രത്യേകം ഓർമ്മിക്കണം. ഇനി നാലാമത്തെ സംശയമാണ്, മകൾക്ക് ജോലി ചെയ്യുന്നുണ്ട്, മകൾ എന്നിവര് ജോലി ചെയ്യുന്നുണ്ട്, പെൻഷൻ നഷ്ടമാവുമോ എന്നുള്ള ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ. മക്കൾക്ക് ജോലി ഉണ്ടെന്ന കാരണത്താൽ മാത്രം പെൻഷൻ നിർത്തുമെന്ന് പറയാനാവില്ല. എന്നാൽ അപേക്ഷകന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മറ്റ് അർഹതാ മാനദണ്ഡങ്ങളും പരിശോധിക്കുന്നതിനാൽ ഔദ്യോഗിക പരിശോധനയ്ക്ക് ശേഷമാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇനി അഞ്ചാമത്തെ സംശയമാണ്, സ്വകാര്യ കാർ ഉണ്ടെങ്കിൽ എന്താവും എന്നുള്ളത്. എല്ലാ വാഹനങ്ങളും അർഹത നഷ്ടപ്പെടുത്തില്ല. കാരണം 1000 cc കൂടുതൽ എൻജിൻ ശേഷിയുള്ള ടാക്സി അല്ലാത്ത 4 ചക്ര വാഹനങ്ങളെ കുറിച്ചുള്ള മാനദണ്ഡം നിലവിലുണ്ട്. നിങ്ങളുടെ RC ബുക്കിൽ ചെക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രയാണ് അതിന്റെ കപ്പാസിറ്റി, അതായത് CC എന്നുള്ളത്. അതിനാൽ വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപേക്ഷയിൽ മറച്ചു വെക്കരുത്. ഇനി ആറാമത്തെ സംശയമാണ്, അപേക്ഷ നിരസിച്ചാൽ വീണ്ടും അപേക്ഷിക്കാമോ എന്നുള്ളത്. അപേക്ഷ ഏത് കാരണത്തിലാണ് നിരസിച്ചതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. രേഖകളിലെ പിഴവോ വിവരങ്ങളുടെ അപൂർണതയോ കാരണം നിരസിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമായ തിരുത്തലുകൾ നടത്തി വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ലഭിച്ചേക്കാം. ഒന്നാമതായി, അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്നാമതായി, എല്ലാ രേഖകളിലും ഒരേ വിവരങ്ങളാണെന്ന് ഉറപ്പാക്കുക. രണ്ടാമതായി, ആധാർ, റേഷൻ കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖ, വരുമാനവുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവ കൃത്യമായി പരിശോധിക്കുക. മൂന്നാമതായി, തെറ്റായ വിവരങ്ങൾ നൽകി പിന്നീട് തിരുത്തേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ അപേക്ഷ പൂരിപ്പിക്കുന്നതിന് മുൻപ് എല്ലാ വിവരങ്ങളും വീണ്ടും വായിക്കുക. നാലാമതായി, സർക്കാർ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന രേഖകൾ സമയബന്ധിതമായി സമർപ്പിക്കുക. അപേക്ഷ നൽകിയ ശേഷം അതിന്റെ നിലവിലെ സ്ഥിതി ഇടയ്ക്കിടെ അന്വേഷിക്കുന്നത് നല്ലതാണ്.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ്, സർക്കാർ ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ അർഹരായവരിലേക്ക് എത്തിക്കാനാണ് ഈ മാനദണ്ഡങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. അതിനാൽ രേഖകളിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയോ വിവരങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.